അങ്ങനെ ഇരുണ്ട കാലഘട്ടം തിരിച്ചു വന്നു. ഒരു പരസ്യം അങ്ങോട്ട് കൊടുത്തില്ല. ഒരു മാസം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഈ എന്താ പറയുന്നത്, ബൂമറാങ് പോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. കാര്യം കേരളത്തിൽ പവർ കട്ടില്ല, ഭയങ്കര സംഭവമാണ്, സുന്ദര കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യപ്പം രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, നിരന്തരമായി പവർ കട്ടാണ്. ഇന്ന് മനോരമയുടെ തലക്കെട്ട് കണ്ടപ്പോൾ ചിരി വന്നു സത്യത്തിൽ. ഇരുണ്ട കാലം. ഇരുണ്ട കാലം കഴിഞ്ഞ 10 വർഷം മുമ്പ് കേരളം ഇല്ലായിരുന്നു. 10 വർഷം മുമ്പ് 2016 പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാമാന്ത്രികനാണ് കേരളം ഉണ്ടാക്കിയത്. അദ്ദേഹം ഇവിടുത്തെ സമ്പൽ സമൃദ്ധമാക്കി, മാന്ത്രികവടി വീശി എല്ലാം പുള്ളി നേരെയാക്കി. പവർ കട്ടില്ലാത്ത കേരളം, അതിദരിദ്രരില്ലാത്ത കേരളം, പിന്നെ സർക്കാർ ആശുപത്രികളൊക്കെ സ്വർഗമാക്കിയിരിക്കുന്നു. അവിടെ സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിലൂടെ മഹാബലി ചക്രവർത്തിയുടെ മഹാബലി 2 ആയിട്ട് വന്നയാളാണ് പിണറായി വിജയൻ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ തള്ളിയത് ഇരുണ്ട കാലഘട്ടം എന്നായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പവർ കട്ടില്ല കേരളം. ഇപ്പൊ പവർ കട്ട് എന്നൊരു വാക്ക് അല്ലെ, ലോഡ് ഷെഡിങ് എന്നൊരു വാക്ക് ഇവർ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ അവസ്ഥ അറിയാം. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം 41 ഡിഗ്രി 42 ഡിഗ്രിയാണ് പാലക്കാട്ടെ ചൂട്. പത്തനംതിട്ടയും കൊല്ലവും ഇടുക്കിയും കോട്ടയം എല്ലാം ചുട്ടുപൊള്ളുകയാണ്. ഇടുക്കി മൂന്നാറിൽ അൾട്രാവയലറ്റ് വികിരണ തോത് 9 വന്നിട്ടുണ്ട്, കോന്നിയിൽ വന്നിട്ടുണ്ട്. മൂന്നാറിൽ തണുപ്പ് തേടി പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, അവിടുത്തെ വികിരണ തോത് ഇത്രയും വന്നിട്ടുണ്ട്. കോന്നിയിൽ ഇത്രയും കൂട്ടുണ്ട്. പുനലൂര്, കൊല്ലം, അതുപോലെ അല്പം എനിക്ക് തോന്നുന്നു ഒരു അല്പം ഭേദം തിരുവനന്തപുരം, വയനാട് ഉണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് പോയി, കോട്ടയത്ത് വൈഫിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോകും. കാരണം അത്ര ചൂട്, ഇറങ്ങാൻ പറ്റത്തില്ല, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, വണ്ടിക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഇങ്ങനൊരു കാലാവസ്ഥ അനുഭവിച്ചത് ഈ രാമേശ്വരത്താണ്. ഇതുപോലെ ഏപ്രിൽ മെയ് മാസത്തെ ഒരിക്കൽ ഞാൻ രാമേശ്വരം പോയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ച് വണ്ടി ചാടിക്കയറേണ്ടി വന്നു. അതുപോലെ നമ്മൾ ഉരുക്കിക്കളയും വെളിയിലോട്ട് ഇറങ്ങി, ഒരു ഫർണസിനകത്ത് നിൽക്കുന്നത് അതേ അവസ്ഥയാണ് ഈ ജില്ലകളിലെല്ലാം. അപ്പം ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്നാണ്, ഈ ചൂട് കൂടിയതോടെ AC ഉപയോഗം കൂടി, കൂളിംഗ് ഫാന് ഒരു വീട്ടിൽ രാവിലെ 6 മണി തൊട്ട് നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് ഉള്ള ഫാൻ മുഴുവൻ ഇട്ട് വയ്ക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഫാൻ കൊണ്ടും കാര്യമൊന്നുമില്ല, ചൂട് കാറ്റാണ് വരുന്നത്. പിന്നെ ഫാൻ ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ. അത്ര ചൂടാണ് പുറത്ത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, വൈദ്യുതി പ്രതിസന്ധിയാണ്. പവർ കട്ട് ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നു, അവസാനം സമ്മതിക്കുന്നു. പക്ഷെ അതിന് അവർ കൊടുത്തിരിക്കുന്ന ഓമനപ്പേരാണ് വൈദ്യുതി ക്രമീകരണം. ലോഡ് ഷെഡിങ് എന്നല്ല, വൈദ്യുതി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കൂടംകുളം ആണവ റിയാക്ടറിലെ ഒരു ഒന്നാം നമ്പർ റിയാക്ടർ അടച്ചു, അറ്റകുറ്റപ്പണി, അതിനെന്തോ കംപ്ലൈന്റ് പ്രശ്നമുണ്ട്, അത് അടച്ചു. അപ്പൊ ഏതാണ്ട് 256 മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിന് വരേണ്ടത്. അതിന്റെ അളവിൽ കുറവുണ്ടായി. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഉൽപ്പാദനം എല്ലാം വളരെ കുറവാണ്. ഡാമുകളിൽ വെള്ളമില്ല. മാത്രമല്ല, നമ്മുടെ പല ഡാമുകളിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സാങ്കേതിക തകരാറുണ്ട്. ഇതിന് സർവീസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, അധിക വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചു. അധിക വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുത്തു. 10.5 രൂപ വരെ കൊടുത്ത് വാങ്ങാനാണ് ഇവർ ചെന്നപ്പോൾ 20 രൂപയായി കൂടി. ഇരട്ടി കൂട്ടിയെന്നല്ല, ഇത്രയും പൈസ എന്നെങ്കിലേ അവർ കൊടുക്കത്തുള്ളൂ. അതോടെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമുക്ക് വേറെ മാർഗ്ഗം വന്നില്ല. പിന്നെ ഇവർ പറയുന്ന കാരണം പീക്ക് അവേഴ്സിൽ, പീക്ക് അവർ എന്ന് പണ്ടൊക്കെ പറഞ്ഞാൽ 6 മണി തൊട്ട് 10 മണി വരെയാണ്. ഇപ്പം പീക്ക് അവർ രാവിലെ 6 മണിക്ക് തുടങ്ങുക. അത്രയും ചൂടല്ലേ, മനുഷ്യൻ അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ പീക്ക് അവറുകളിൽ ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകുന്നു, ഉപയോഗം കൂടിയിട്ട്. അപ്പോൾ ആരുടെ കുഴപ്പം? ഈ ട്രാൻസ്ഫോമർ ആരാണ് നിർമ്മിച്ചത്? സർക്കാരിൻ്റെ ട്രാൻസ്ഫോമർ. 222 ട്രാൻസ്ഫോമറുകളാണ് ഇതുവരെ കത്തിപ്പോയി. 222 ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമർ കത്തിപ്പോകുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് നഷ്ടം വരുന്നത്? പ്രസരണ നഷ്ടത്തിനകത്ത് ഇതെല്ലാം വരും. അപ്പോൾ ഇതിലെല്ലാം കാശ് എവിടെ ചെന്ന് കണ്ടുപിടിക്കും? നമ്മളെപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ KSEB എന്ന് പറയുന്ന KSEB KSRTC ഒരു വെള്ളാനയായി മാറിക്കൊണ്ടിരിക്കും. KSEB കിട്ടുന്നത് പോലെ ശമ്പളം കേരളത്തിൽ വേറെ ആക്കിനടുത്ത് ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടോ? കേരളത്തിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്ന ആളായിട്ട് KSEB-കാരാണ് ശമ്പളം പെൻഷനും വാങ്ങുന്നത്. ഇതിനകത്ത് പണി എന്ന് മുഴുവൻ കരാർ തൊഴിലാളി. കാരണം പോസ്റ്റേ കയറാനും വൈദ്യുതി ലൈൻ വലിക്കാനും കണക്ഷൻ കൊടുക്കാനും ടച്ചിങ് വെട്ടാനും ഒക്കെ കരാറാണ്. ഇത്രയും ആൾക്കാരും ജീവനക്കാരും ഇതിനകത്തുള്ളപ്പോൾ ഇത്രയും. അതുപോലെ തന്നെ KSEB-യിൽ ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം ബില്ലിംഗ് സെക്ഷനിലാണ്. ഈ ബില്ലിങ്ങിൽ ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ മിക്കതും പൂർണ്ണമായും ഓൺലൈനിലേക്കായി. ക്യാഷ് സ്വീകരിക്കുന്ന പരിപാടി പൂർണ്ണമായും ഓൺലൈനിലേക്ക് ആയിക്കഴിഞ്ഞു. പരാതി പരിഹാരം ഓൺലൈനിലേക്ക് ആയിക്കഴിഞ്ഞു.
ഇപ്പോഴും ഈ മാനുവലായിട്ട് അതാത് KSEB ഓഫീസുകളിലേക്ക് ഫോൺ വിളിക്കുന്നവർ വളരെ കുറവാണ്. അവിടോട്ട് വിളിച്ചിട്ടും കാര്യമില്ല. അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. കറണ്ട് പോയിട്ട് നമ്മൾ KSEB ഓഫീസിലേക്ക് ഫോൺ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. പിന്നെ 1912 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇത്രയധികം കംപ്ലൈൻറ്റുകൾ വരുന്നിടത്ത് ഈ മഴക്കാലത്തെ പോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലത്തും കംപ്ലൈൻറ്റുകളായിക്കല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇത്ര വലിയ ഒരു വേനൽക്കാലം വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കാണാൻ കഴിയാതെ, നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായി സർവീസ് ചെയ്യാൻ പറ്റാതെ, പീക്ക് ലോഡ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ബദൽ എന്തുണ്ടെന്ന് ചിന്തിക്കാതെയൊക്കെ ഇരുന്നതാണ് കുഴപ്പം. അല്ല, ഇത്ര ഇലക്ട്രിസിറ്റി ബോർഡിൽ എണ്ണിയാൽ തീരാത്ത ചീഫ് എഞ്ചിനീയർമാരും വൈദ്യുതി ബോർഡ് മെമ്പർമാരും ഉന്നത പദവി ഇരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇവർക്ക് എല്ലാവരും കൂടെ കൂടിയിരുന്ന് വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡുണ്ടല്ലോ, ചെയർമാനും ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് എന്തുകൊണ്ട് കൂടിയിരുന്ന് വളരെ നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൂടാ? സമയത്തിനാണ് ഇതെല്ലാം പിന്നെ ചീത്തതിന് ശേഷമാണ് പിന്നെ ഇറങ്ങി പുറപ്പെടുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത്തവണ എൽനീനോ പ്രതിഭാസം ഉണ്ടാകും, വൈദ്യുതിയുടെ ചെലവ് വർദ്ധിക്കും, ചൂട് വർദ്ധിക്കും എന്നൊക്കെ മുന്നറിയിപ്പ് വന്നതാണല്ലോ, വളരെ നേരത്തെ മുന്നറിയിപ്പ് വന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെ നമുക്ക് സാറ്റലൈറ്റ് സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥ വളരെ വളരെ മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ കഴിയും, കൃത്യമായിരിക്കും ചെയ്യും. അത് ഒരു സ്ഥലം പോലും തെറ്റില്ല. എന്നിട്ട് പോലും ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ അവിടെ എന്തിനാണ് ഇത്രയും ശമ്പളം വാങ്ങിച്ചിരിക്കുന്നത് സ്വാഭാവികം നമുക്ക് ചോദിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കഴിവുകെട്ട ഒരു വകുപ്പായിരുന്നു വൈദ്യുതി വകുപ്പെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അതെ, കാരണം ഒരു വകുപ്പിൽ കുഴപ്പം വരുമ്പോഴാണ്. ഇപ്പം പണ്ട് കോവിഡിൻ്റെ കാലത്ത് ആദ്യം അങ്ങ് കത്തി കയറി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ. പക്ഷേ പിന്നീട് ആ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് എന്തൊക്കെ തരത്തിലുള്ള അഴിമതി നടന്നു, എന്തൊക്കെ തരത്തിലുള്ള PPE കിറ്റ് വാങ്ങിയതിലും മാസ്ക് വാങ്ങിയ സകലതിലും അഴിമതിയല്ലേ നടന്നത്. തീവട്ടിക്കൊള്ള നടന്നു എന്നാണ് പറയേണ്ടി വരും അതിന്. അപ്പോൾ നമ്മളെ രീതി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഈ ആപത്തും ഈ വന്ന് കയറിയതിന് ശേഷം നമ്മൾ പരിഹാരം തേടി ഇറങ്ങും. അതെ, ഇത് വളരെ മുൻകൂട്ടി നമുക്ക് കോവിഡ് നമുക്ക് അറിയില്ലായിരുന്നു വരുന്നുള്ളത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ ഇത് വൈദ്യുതിയൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നുള്ള കാര്യമല്ലേ. അതുപോലെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഒടിഞ്ഞ് വീഴുന്നത്. ഇപ്പോൾ ഞങ്ങളെ നെടുമങ്ങാട്ട് ഞങ്ങളെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വലിയ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഈ കാട്ടിനിടെ കൂടെ ആയിരിക്കും വലിയ ലൈനുകൾ വരുന്നത്. മരം ഒടിഞ്ഞു വീഴും. ഒടിഞ്ഞു വീണാൽ പിന്നെ നന്നാക്കാൻ സമയം എടുക്കും. ഇപ്പോൾ മണിക്കൂറുകളോളം ചിലപ്പോൾ 1-2 ദിവസം വരെ കറണ്ട് തിരിച്ചു വരാൻ നമുക്ക് സമയം എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ കേരളം പറഞ്ഞ വൈദ്യുതി വിഹിതം കൂടി, ഉൽപ്പാദനം കൂടി, അതൊന്നും KSEBയുടെ ഒരു ഗുണം കൊണ്ടല്ല. എന്ത് പറ്റിയെന്നറിയോ? നമ്മുടെ നാട്ടിൽ വ്യാപകമായി സോളാർ വയ്ക്കാൻ തുടങ്ങി. ഈ സോളാർ വയ്ക്കുന്ന ഓരോ വീടുകളിൽ നിന്നും അധിക വൈദ്യുതി KSEBയുടെ പൂളിലേക്ക് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ കൊടുക്കുക ആദ്യം നല്ലപോലെ പൈസ ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർക്ക് ഇതിനകത്ത് നഷ്ടമാണെന്ന് കണ്ടോണ്ട് ഇവരത് അതിനകത്ത് ഉടായ്പ കാണിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സോളാർ വെച്ചവർക്കൊക്കെ ഒരു കുഴപ്പമില്ല. സോളാർ വെച്ചവർക്ക് വൈദ്യുതി ചാർജ് വരുന്നില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ കണക്കാക്കണം. നമ്മുടെ ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ സോളാർ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഉപയോഗം, അവരുടെ ഉപയോഗം കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രതിദിന ഉപഭോഗം എത്രത്തോളം അവസ്ഥ അതാണ്. എന്നാൽ ഈ സോളാർ പാടങ്ങൾ, സോളാർ ഫീൽഡുകൾ ഉണ്ടാക്കിയാൽ വൈദ്യുതി പ്രതിസന്ധിയിൽ നമുക്ക് മറികടക്കാൻ പറ്റും. അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ. അപ്പം മധ്യപ്രദേശ്, രാജസ്ഥാനിലൊക്കെ കനാലുകൾക്ക് കുറുകെ എല്ലാം സോളാർ പാടങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിശാലമായ സ്ഥലങ്ങൾ എടുത്തു. കൊച്ചി സിയാലില് ഉണ്ട് വിമാനത്താവളത്തിൽ, കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുള്ള സംവിധാനമുണ്ട്. ഇതുപോലെ നമ്മളായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ അതൊന്നും ചെയ്യത്തില്ല. ഇതൊന്നും ചെയ്യാനല്ല നമ്മുടെ KSEBക്കാരെ ഇരുത്തിയിരിക്കുന്നതെന്നാണ് അവരുടെ ഒരു തോന്നൽ. അതാണ് ഈ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു മാസം കൂടെ കിടക്കുകയാണ്. ഇന്നിപ്പോൾ 28 ആയതേ ഉള്ളൂ. ഇനി ഒരു മാസം കഴിഞ്ഞ് ജൂണിൽ മഴ പെയ്തില്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു. അതെ, അങ്ങനെയുണ്ട്. മഴ കുറയാൻ സാധ്യത. മഴ 1-2 തവണ പെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലാതെ പല സ്ഥലങ്ങളും മഴ പെയ്തിട്ടുമില്ല. ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ പുഴുങ്ങി അനുഭവിക്കാനാണ് ഇവരുടെ വിധി. കാരണം സർക്കാർ ഓഫീസുകളിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്നാണ് അവർ പറയുന്നത്, സർക്കാർ ജീവനക്കാർ പറയുന്നത്. കാരണം പഴഞ്ചൻ ഫാനുകളാണ്. ഒരു വലിയ ഓഫീസ് നവീകരണമൊക്കെ നടത്തി. എന്താ അതിന് പറയുന്നത്, ഭരണപരിഷ്കാര കമ്മീഷനെയൊക്കെ വെച്ച് ഓഫീസുകളുടെയൊക്കെ നവീകരണമൊക്കെ നടത്തി. പക്ഷേ ഒരു ഓഫീസിലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. AC അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിരിക്കും. ഈ കറണ്ട് ഇല്ലെങ്കിൽ അവർക്കും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, ഈ വൈദ്യുതി പ്രതിസന്ധി നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു വലിയ വിപത്താണ്.